നമ്മളെല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നതാണ് റോയൽ എൻഫീൽഡിൻ്റെ ഒരു വാഹനം സ്വന്തമാക്കണമെന്നുള്ളത്. അതും ബുള്ളറ്റ് ആയിരിക്കും അല്ലേ? ഒട്ടുമിക്ക എല്ലാവരും തന്നെ ബുള്ളറ്റ് സ്വന്തമാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ തിരുവല്ല രാമഞ്ചിറയിലുള്ള സെൻറ് മേരീസ് മോട്ടോഴ്സിലാണ്. റോയൽ എൻഫീൽഡ് വാഹനങ്ങളുടെ ബേസ് വേരിയൻ്റ് തൊട്ടുള്ള വിലയും എന്തെല്ലാം ഓഫറുകളാണ് ഓരോ വാഹനത്തിന് ഉള്ളതെന്നും ഫിനാൻസ് EMI രീതിയിൽ വാഹനം ഇറക്കാൻ എത്ര ഡൗൺ പേയ്മെൻറ്റ് ആദ്യം വേണമെന്നും എല്ലാം നമുക്ക് ചോദിച്ചറിഞ്ഞു വരാം. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ബുള്ളറ്റ് 350 മോഡൽസ് ആണ്. ബുള്ളറ്റ് 350 സ്റ്റാർട്ടിങ് വരുന്നത് നമുക്ക് മിലിറ്ററി സീരീസ് ആണ്. മിലിറ്ററി റെഡ് അതുപോലെ മിലിറ്ററി ബ്ലാക്ക് എന്ന് പറഞ്ഞ രണ്ട് കളറാണ് നമുക്ക് സ്റ്റാർട്ടിങ് വേരിയന്റ് വരുന്നത്. ഇത് സിംഗിൾ ചാനൽ മോഡലാണ്. ഫ്രണ്ട് മാത്രം നമുക്ക് ഡിസ്ക് വിത്ത് ABS വരും, ബാക്കിൽ ഡ്രം ബ്രേക്ക് ആയിരിക്കും. അതേപോലെ തന്നെ ടാങ്കിൽ ഒരു സിംഗിൾ കളർ വരും, ബാക്കിയെല്ലാം ബ്ലാക്ക് ആയിരിക്കും നമുക്ക് വരുന്നത്. നമുക്ക് ഫീച്ചേഴ്സിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഹാലജൻ ഹെഡ് ലാമ്പ് നമുക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മീറ്റർ കൺസോളിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു DG+ അനലോഗ് മീറ്റർ കൺസോൾ ആണ് വരുന്നത്. അതിൽ തന്നെ നമുക്ക് ഫ്യൂൽ ഇൻഡിക്കേഷൻ അറിയാൻ പറ്റും, ടൈം, അതുപോലെ തന്നെ ട്രിപ്പ് എഫ്, ട്രിപ്പ് എ, ട്രിപ്പ് ബി ഓപ്ഷൻസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ സ്വിച്ചസ് ഒക്കെ നമുക്കിപ്പം റീസെൻ്റ് ആയിട്ട് നമുക്ക് റോട്ടറി ടൈപ്പാണ് സ്വിച്ചസ് എല്ലാം വരുന്നത്. അതുപോലെ തന്നെ ഹസാർ ലൈറ്റ്, USB ചാർജിംഗ് പോർട്ട്, അങ്ങനെ നിലവിലുള്ള എല്ലാ അപ്ഡേഷൻസും വണ്ടിയിലുണ്ട്. ഇതിൽ നമുക്ക് മിലിറ്ററി റെഡ്, മിലിറ്ററി ബ്ലാക്ക് എന്ന് പറഞ്ഞ രണ്ട് കളറാണ് നമുക്ക് സ്റ്റാർട്ടിങ് ഇതായിട്ട് വരുന്നത്, വേരിയൻ്റ് ആയിട്ട് വരുന്നത്. അത് വരുമ്പോൾ 2.10 വരും ഓൺ റോഡ് പ്രൈസ് വരുമ്പോഴത്തേക്ക്. പിന്നെ നെക്സ്റ്റ് വരുന്നത് നമുക്ക് മിലിറ്ററി സിൽവർ ബ്ലാക്ക്, അതുപോലെ മിലിറ്ററി സിൽവർ റെഡ് എന്ന് പറഞ്ഞ രണ്ട് കളറുണ്ട്. ഇത് നമുക്ക് ബുള്ളറ്റിൻ്റെ സെക്കൻഡ് വേരിയൻ്റ് ആണ്. നമുക്ക് മിലിറ്ററി സിൽവർ ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറാണ് ഇത് വരുന്നത്. ഇതിനകത്ത് നമുക്കൊരു കാണാം, നമുക്കൊരു സിൽവർ ലൈനിങ് കൂടെ വരും, ഒരു സിൽവർ സ്ട്രൈപ്പിംഗ് കൂടെ നമുക്ക് വരും. സിംഗിൾ ചാനൽ മോഡൽ തന്നെയാണ്. ഇതിൽ നമുക്ക് മിലിറ്ററി സിൽവർ റെഡ് അതുപോലെ സിൽവർ ബ്ലാക്ക് എന്ന് പറഞ്ഞ രണ്ട് കളറാണ് നമുക്ക് വരുന്നത്. 2.17 വരും ഈ ഒരു വേരിയൻ്റ് ഓൺ റോഡ് പ്രൈസ് വരുമ്പോഴത്തേക്ക്. ഏറ്റവും പുതിയ 350cc എഞ്ചിനാണ് വരുന്നത്. കുറച്ചുകൂടെ റിഫൈൻഡ് എഞ്ചിനാണ്, നല്ല സ്മൂത്ത് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് ആയാലും ഷോർട്ട് ആയാലും അത്യാവശ്യം നല്ല കംഫർട്ട് ആയിരിക്കും നമുക്ക് വരുന്നത്. ഇത് നമുക്ക് മീറ്റോറിൽ നമുക്ക് റീസെൻ്റ് ആയിട്ട് വന്നൊരു കളറാണ്, അറോറ ഗ്രീൻ എന്ന് പറഞ്ഞ കളറാണ്. ഇതിനകത്ത് തന്നെ നമുക്ക് അറോറ ബ്ലാക്ക് ഉണ്ട്, അതുപോലെ തന്നെ അറോറ ബ്ലൂ, 3 കളേഴ്സാണ് നമുക്ക് ഈ ഒരു വേരിയൻറ്റ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, സ്പോക്ക് വീൽ ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഡുവൽ ചാനൽ വേരിയൻ്റ് ആണ്, ഫ്രണ്ട് ബാക്ക് ആൻഡ് ഡിസ്ക് വിത്ത് ABS വരും. പിന്നെ നമുക്ക് മീറ്റോറിൽ നമുക്ക് LED ഹെഡ് ലാമ്പ് നമുക്ക് വരുന്നുണ്ട് ഈ ഒരു വേരിയന്റ് തൊട്ട്. ഇതിന്റെ ടോപ്പിലും നമുക്ക് LED ഹെഡ് ലാമ്പാണ് നമുക്ക് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് മീറ്റർ കൺസോൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ്. നമുക്ക് കുറച്ചുകൂടെ ഒരു DG+ അനലോഗ് മീറ്റർ കൺസോൾ ആണ്, ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പ് ആണ്. നമുക്ക് ഒരു സെൻട്രലായിട്ടാണ് അതിൻ്റെ ഒരു മീറ്റർ കൺസോൾ, ഒരു ഡിജിറ്റൽ മീറ്റർ വന്നേക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ഫ്യൂൽ ഇൻഡിക്കേഷൻ അറിയാൻ പറ്റും, ടൈം, ഗിയർ പൊസിഷൻ, അതുപോലെ തന്നെ ട്രിപ്പ് എഫ്, ട്രിപ്പ് എ, ട്രിപ്പ് ബി ഓപ്ഷൻസ് എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ട്രിപ്പർ നാവിഗേഷൻ ഓപ്ഷൻ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഓരോ 10x10 നാവിഗേഷൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. റോയൽ എൻഫീൽഡിൻ്റെ ആപ്ലിക്കേഷനോട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 10x10 നാവിഗേഷൻ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ അതിൽ വരുന്ന പോലെ നമുക്ക് സ്വിച്ചസ് എല്ലാം റോട്ടറി ടൈപ്പ്, ഹസാർ ലൈറ്റ്, USB ചാർജിംഗ് പോർട്ട്, അങ്ങനെ നിലവിലുള്ള എല്ലാ അപ്ഡേഷൻസും വണ്ടിയിലുണ്ട്. ഇതൊരു ക്രൂയിസർ ടൈപ്പാണ്. അതിൻ്റെ ഒരു സീറ്റിംഗ് അതുപോലെ റൈഡിംഗ് പോസ്റ്റർ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്കൊരു ലോ സീറ്റ് ആയിട്ടാണ്, പിന്നെ കുറച്ചുകൂടെ ഫോർവേഡ് ആയിട്ടാണ് ഫുഡ് ബക്സ് വരുന്നത്. അതുപോലെ തന്നെ വൈഡ് ഹാൻഡിൽ, കുറച്ചുകൂടെ റിലാക്സ് ആയിട്ടുള്ള റൈഡിംഗ് പോസ്റ്റർ ആയിരിക്കും നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുപോലെ സീറ്റിംഗ് ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഡിഫറെൻ്റ്, ഒരു ടൂറിംഗ് ടൈപ്പ് സീറ്റിംഗ് ആണ് നമുക്ക് അറോറ സീരീസിൽ നമുക്ക് വന്നിരിക്കുന്നത്. അതുപോലെ ഓൾറെഡി ബാക്ക് റെസ്റ്റ് നമുക്ക് ഇൻബിൽഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇത് വരുമ്പോൾ 2.77 ആ റേഞ്ച് ഒക്കെ വരും. മീറ്റിയോർ നമുക്കൊരു 2.41 തൊട്ട് സ്റ്റാർട്ടിങ് നമുക്ക് പ്രൈസ് വരുന്നുണ്ട്. ക്ലാസിക്കിൽ നമുക്ക് നോക്കുവാണെങ്കിൽ സ്റ്റാർട്ടിങ് ഒരു 2.33 തൊട്ട് 2.79 വരെ നമുക്ക് പ്രൈസ് വരുന്നുണ്ട്. അതിൽ നമുക്ക് കളർ വേരിയൻസ് അനുസരിച്ചാണ് നമുക്ക് പ്രൈസ് ഡിഫറൻസ് വരുന്നത്. ഇത് നമുക്ക് സ്റ്റെൽത്ത് ബ്ലാക്ക് എന്ന് പറഞ്ഞ മോഡലാണ്. ഈ ഒരു വേരിയന്റ് നോക്കുമ്പോൾ ഒരു ഡാർക്ക് എഡിഷൻ ആണ്. അതുപോലെ തന്നെ നമുക്ക് അലോയ് വീൽ വരുന്ന മോഡലാണ്. അലോയ്സ് വിത്ത് ട്യൂബ്ലെസ് ടയർ വരും. അതുപോലെ തന്നെ ഫ്രണ്ടും ബാക്കും ഡിസ്ക് വിത്ത് നമുക്ക് ABS വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് കാണാം ക്രോം എലമെന്റ്സിനകത്ത് പൊതുവെ കുറവായിരിക്കും, ഫുൾ ഒരു ഡാർക്ക് എഡിഷൻ ആയിരിക്കും. പിന്നെ ഡിജിറ്റൽ പ്ലസ് അനലോഗ് മീറ്റർ കൺസോൾ വരുന്നുണ്ട്. സ്വിച്ചസ് ഒക്കെ ഒരു റോട്ടറി ടൈപ്പ് ആണ്. ഇതിന്റെ ഒരു റൈഡിംഗ് പോസ്റ്റ് വരുമ്പോൾ കുറച്ചുകൂടെ സ്ട്രെയിറ്റ് അപ്രൈറ്റ് ആയിരിക്കും ഇതിന്റെ ഒരു റൈഡിംഗ് പോസ്റ്റ് വരുന്നത്. ഇത് വരുമ്പോൾ നമുക്ക് 2.79 ആണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ. നമുക്ക് 100 പൊതുവെ 2 വേരിയൻസിലാണ് നമുക്ക് വരുന്നത്. മെട്രോ അതുപോലെ തന്നെ റെട്രോ എന്ന് പറഞ്ഞ 2 വേരിയന്റിലാണ് വരുന്നത്. ഇത് മെട്രോ വേരിയന്റ് ആണ്. റെട്രോയിൽ നമുക്കൊരു ഫാക്ടറി ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു കളറാണ് നമുക്ക് വരുന്നത്. അത് വരുമ്പോഴത്തേക്ക് 1.83 ഒരു ഓൺ റോഡ് പ്രൈസ് വരുമ്പോഴത്തേക്ക്. റെട്രോ പൊതുവെ നമുക്കൊരു സിമ്പിൾ ലുക്സിലും ഫീച്ചേഴ്സിലുമാണ് നമുക്ക് വരുന്നത്. നമുക്ക് സ്പോക്ക് വീൽ ആയിരിക്കും, അതേപോലെ സിംഗിൾ ചാനൽ മോഡലാണ്. അതുപോലെ ഫ്രണ്ടും ഒരു നോർമൽ ഹെഡ് ലാമ്പ്, സ്വിച്ചസ് ഒക്കെ നോർമൽ ടൈപ്പ് ആണ് നമുക്ക് ഒരു റെട്രോ വേരിയന്റ് വരുന്നത്. ഇത് വരുമ്പോൾ കുറച്ചുകൂടെ, ഇത് മെട്രോ വേരിയന്റ് ആണ്. മെട്രോ വേരിയന്റിൽ നമുക്ക് റിബൽ സീരീസ് വരുന്നത്, റിബൽ ബ്ലൂ എന്ന് പറഞ്ഞൊരു കളറാണ്. ഇത് വരുമ്പോൾ കുറച്ചുകൂടെ മോഡേൺ ആയിരിക്കും. അലോയ് വീല് വരും, അലോയ്സ് വിത്ത് ട്യൂബ്ലെസ് ടയർ വരും.
ഫ്രണ്ടും ബാക്കും ഡിസ്ക് വിത്ത് ABS വരും. അതുപോലെ തന്നെ ഹാലജൻ ഹെഡ് ലാമ്പ്. മീറ്റർ കൺസോൾ നമുക്ക് ഒരു DG+ അനലോഗ് മീറ്റർ കൺസോൾ ആണ് വരുന്നത്. മെട്രോ വേരിയന്റിൽ നമുക്ക് വരുന്നത് ഡാപ്പർ സീരീസിൽ നമുക്ക് ഡാപ്പർ വൈറ്റ്, ഡാപ്പർ ഗ്രീന്, ഡാപ്പർ ഓറഞ്ച്, ഡാപ്പർ ഗ്രേ 4 കളേഴ്സ് വരുന്നുണ്ട്. അത് വരുമ്പോഴത്തേക്ക് 2,06,000 സംതിങ് വരും നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുമ്പോഴത്തേക്ക്. ഇത് നമുക്ക് റിബൽ സീരീസ് വരുന്ന കളറാണ്. 2,12 വരും ഓൺ റോഡ് വരുമ്പോഴത്തേക്ക്. ഇത് നമുക്ക് ഹിമാലയൻ വരുമ്പോൾ ഒരു അഡ്വഞ്ചർ അതുപോലെ തന്നെ ടൂറർ കാറ്റഗറി വരുന്ന മോഡലാണ്. ഹിമാലയൻ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 366 തൊട്ട് 382 വരെ നമുക്ക് പ്രൈസ് വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഫീച്ചേഴ്സിലോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് LED ഹെഡ് ലാമ്പ് നമുക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് USB ഫോക്സ് വരുന്നുണ്ട്. ഡുവൽ ചാനൽ വേരിയന്റ് ആണ്. ഫ്രണ്ടും ബാക്കും ഡിസ്ക് വിത്ത് ABS വരും. അതുപോലെ തന്നെ നമുക്ക് മീറ്റർ കൺസോൾ നോക്കുമ്പോൾ ഒരു ട്രിപ്പർ ഡാഷ് വിത്ത് ഫുൾ മാപ്പ് നാവിഗേഷൻ എന്ന് പറയും. നമുക്ക് മൊബൈലിൽ നമ്മൾ കാണുന്ന പോലെ തന്നെ നമുക്ക് നാവിഗേഷൻ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഇത് നമുക്ക് 2 ടൈപ്പിൽ മാറ്റാം. നമുക്കിപ്പം ഈ ഒരു മീറ്റർ കൺസോൾ നമ്മൾ ഇത് ചെയ്യുന്നത് നമുക്ക് 3 ബട്ടൺ ആണ്. ഹോം ബട്ടൺ, മോഡ് ബട്ടൺ വരും, ഹോം ബട്ടൺ, ജോയിസ്റ്റിക്ക്. ഈ 3 ഇതിലാണ് നമ്മൾ ഇതൊരു അഡ്ജസ്റ്റ് ചെയ്യുന്നത്. മോഡ് ബട്ടണിൽ തന്നെ നമുക്ക് ഡിജിറ്റൽ അതുപോലെ തന്നെ അനലോഗ് മീറ്റർ കൺസോളിലോട്ട് മാറ്റാൻ പറ്റും. ഇപ്പൊ അനലോഗ് ആണ് കിടക്കുന്നത്. ഈ മോഡ് ബട്ടണിൽ നമുക്ക് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഡിജിറ്റൽ മീറ്ററിലോട്ട് മാറും. അതുപോലെ മോഡ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് പെർഫോമൻസ് ABS ഓൺ വരുന്നുണ്ട്. നമുക്ക് ഈ ഹൈവേസിലൊക്കെ നമുക്ക് ക്രൂസ് ചെയ്യാൻ നേരത്തെ ആ ഒരു മോഡിൽ നമുക്ക് പോകാം. അതുപോലെ തന്നെ ABS ഓഫ് വരുന്നുണ്ട്. നമുക്ക് സിറ്റി കണ്ടീഷനിലൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്ന പോലെ തന്നെ. അതുപോലെ തന്നെ ഈക്കോ ABS ഓൺ, ഈക്കോ ABS ഓഫ്, ഇത്രയും നമുക്ക് മോഡ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ USB-C ടൈപ്പ് ചാർജിംഗ് പോർട്ടും നമുക്ക് അവൈലബിൾ ആണ്. കുറച്ചുകൂടെ ലാർജ് ടാങ്ക് കപ്പാസിറ്റി ഉണ്ട്. നമുക്ക് 17 ലിറ്ററിന്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നുണ്ട്. ഏകദേശം 3 ലിറ്ററോളം നമുക്ക് റിസർവിങ് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഹിമാലയന്റെ നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ നോർമൽ സീറ്റ് ഹൈറ്റ് വരുന്നത് 825 to 845 ആണ് നമുക്ക് സീറ്റ് ഹൈറ്റ് വരുന്നത്. നമുക്കിപ്പം അതേപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് ആണ്. ടെയിൽ ലാമ്പ് ഇന്റഗ്രേറ്റഡ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. ബ്രേക്ക് ലൈറ്റും അതുപോലെ ടെയിൽ ലാമ്പ് ഇന്റഗ്രേറ്റഡ് ആണ്. .452 എഞ്ചിനാണ് നമുക്ക് വരുന്നത്. ഏകദേശം നമുക്കൊരു 30 അടുത്തൊക്കെ മൈലേജ് മതിയോ. ഇത് നമുക്ക് കോണ്ടിനെന്റൽ GT എന്ന് പറഞ്ഞ മോഡലാണ്. നമുക്ക് സ്റ്റാർട്ടിംഗ് വേരിയന്റ് ആണ്. റോക്കർ റെഡ് എന്ന് പറഞ്ഞൊരു കളറാണ്. നമുക്കിപ്പം ഫീച്ചേഴ്സിലോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് LED ഹെഡ് ലാമ്പ് ഇതിൽ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 12 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി വരുന്നുണ്ട്. ഇതിൽ നമുക്കൊരു കഫേ റേസർ കാറ്റഗറി വരുന്ന മോഡലാണ്. അതിൻ്റെ ഒരു റൈഡിംഗ് പോസ്റ്റർ ഒക്കെ നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ലീനായിട്ടാണ് നമുക്ക് അതിൻ്റെ റൈഡിംഗ് പോസ്റ്റർ വരുന്നത്. ഇത് നമുക്ക് സ്റ്റാർട്ടിങ് വരുമ്പോൾ 4.5 തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത്. 4.35 വരെ നമുക്ക് പ്രൈസ് വരുന്നുണ്ട്. അതിൽ നമുക്ക് കളർ വേരിയൻസിനനുസരിച്ച് പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് സ്വിച്ചസ് ഒക്കെ റോട്ടേറ്റ് ചെയ്യും. അതുപോലെ ഹസാർ ലൈറ്റ്, USB ചാർജിംഗ് പോർട്ട്, അങ്ങനെ നിലവിലുള്ള എല്ലാ അപ്ഡേഷൻസും വന്നിട്ടുണ്ട്. 650cc ആണ് എഞ്ചിൻ വരുന്നത്. ഏകദേശം നമുക്കൊരു 20-25 മൈലേജ് നമുക്ക്. ഇത് നമുക്ക് GT-യിൽ ടോപ്പ് വേരിയന്റ് ആയിട്ട് വരുന്ന കളറാണ്. GT ക്രോം എന്ന് പറഞ്ഞ കളറാണ്. ഇത് വരുമ്പോൾ പ്ലേറ്റിംഗ് ആണ് വരുന്നത്. 435 വരെ ഓൺ റോഡ് പ്രൈസ് വരുമ്പോഴത്തേക്ക്. ഇത് നമുക്ക് സൂപ്പർ മിറ്റിയോർ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഇത് നമുക്ക് ഇന്റർസ്റ്റെല്ലാർ ഗ്രീൻ എന്ന് പറഞ്ഞൊരു കളറാണ്. നമുക്കിത് 2 വേരിയന്റ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. ഒന്ന് ഒരു സോളോ റൈഡർ തീമിലും അതുപോലെ തന്നെ ടൂറർ തീമിലുമാണ് നമുക്ക് 2 വേരിയന്റിലാണ് നമുക്ക് വരുന്നത്. ഇത് നമുക്ക് സോളോ റൈഡർ തീമിൽ വരുന്ന ഇന്റർസ്റ്റെല്ലാർ ഗ്രീൻ എന്ന് പറഞ്ഞ കളറാണ്. നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് 462 തൊട്ടാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. 499 വരെ നമുക്ക് പ്രൈസ് നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു വേരിയന്റ് നമുക്ക് ഒരു പുതിയ അലോയ് ഡിസൈൻ ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഡുവൽ ചാനൽ വേരിയന്റ് ആണ്. ഫ്രണ്ടും ബാക്കും ഡിസ്ക് വിത്ത് ABS വരുന്നുണ്ട്. അതുപോലെ USB ഫോക്സ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് LED ഹെഡ് ലാമ്പ്, മീറ്റർ കൺസോൾ നമുക്ക് ഒരു DG+ അനലോഗ് മീറ്റർ കൺസോൾ, അതുപോലെ തന്നെ ട്രിപ്പർ നാവിഗേഷൻ ഇൻബിൽഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. നമുക്ക് ഇതിന്റെ ഒരു റൈഡിംഗ് പോസ്റ്റ് വരുമ്പോഴത്തേന് നമുക്ക് ഒരു കുറച്ചുകൂടെ റിലാക്സ് ഇല്ല. നമുക്ക് ക്രൂസർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞ പോലെ തന്നെ ലോ സീറ്റ് ഹൈറ്റ്, കുറച്ചുകൂടെ ഫോർവേഡ് ആയിട്ടാണ് ഫുഡ് പെക്സ്, കുറച്ചുകൂടെ വൈഡ് ഹാൻഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് റിലാക്സ് ആയിട്ടുള്ള റൈഡിംഗ് പോസ്റ്റർ ആയിരിക്കും വരുന്നത്. റോയൽ എൻഫീൽഡിൻ്റെ ഏതൊരു വാഹനമാട്ടെ
അത് നമുക്ക് കസ്റ്റം ചെയ്യാനായിട്ട് സാധിക്കും. കമ്പനി തരുന്ന ജെന്യുവിൻ ആയിട്ടുള്ള ആക്സസറീസ് ഉപയോഗിച്ച് കസ്റ്റം ചെയ്തിട്ട് നമുക്ക് വാഹനം ഇറക്കാനായിട്ട് സാധിക്കും. എൻജിൻ കാർഡ് ആയിക്കോട്ടെ, സീറ്റ് കവർ, ഹാൻഡിൽ ബാർ, ഓയിൽ ഫിൽട്ടർ ക്യാപ്പ്, അതുപോലെ തന്നെ വൈസർ, ബാക്ക് റെസ്റ്റ്, ബൈക്കിൻ്റെ കവർ, എൻജിൻ ഗാർഡ് മൗണ്ട്, ഇതുപോലുള്ള അക്സസറീസ്. ഇതിൽ കൂടുതൽ അക്സസറീസ് ഉണ്ട്. ഇവയെല്ലാം തന്നെ നമുക്ക് ഇവിടുന്ന് തിരഞ്ഞെടുത്ത് നമുക്ക് നമ്മുടെ ആവശ്യകത അനുസരിച്ച് തിരഞ്ഞെടുത്ത് ഫിറ്റ് ചെയ്ത് ഇറക്കാനായിട്ട് സാധിക്കും. കൂടാതെ നമുക്ക് റൈഡിങ്ങിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ ഷോറൂമുകളിലും അവൈലബിൾ ആണ്. ഇവയ്ക്കെല്ലാം തന്നെ ആകർഷമായ ഓഫറുകളും ഒട്ടനവധി നിരവധിയാണ്. ഇനി ഫിനാൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവിധ ഫിനാൻസ് സൗകര്യങ്ങളും നമ്മളുടെ സിവിൽ സ്കോർ അനുസരിച്ച് ഇവർ ചെയ്തു തരും. സിവിൽ സ്കോർ അനുസരിച്ചാണ് ഫസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് എന്നുള്ള കാര്യം എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യം തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് സെൻറ് മേരീസ് മോട്ടോഴ്സ് തിരുവല്ല രാമഞ്ചിറ ഷോറൂമിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.